കുഞ്ഞിച്ചോ മിനസാൻ മിസ് മൈറ്റ് മഹേദിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും പിന്നെ ഹൈപ്പ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് മോക്സോട്ട് മാനർ ആണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ജാങ് മ്യോജിൻ. അദ്ദേഹം ഇന്നർ പാലസ് മാസ്റ്റർ ആയിരുന്നു. മാനർ മാസ്റ്റർ അല്ല, മോക്ക് ഇൻഡൻ. അദ്ദേഹം ശരിക്കും ഒരു ട്രൂ ഹീറോ തന്നെയായിരുന്നു. അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ന് തൊട്ടാണ് ഞാനിങ്ങനെ വാഴ്ത്താൻ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 19 വർഷത്തിന് മുമ്പാണ് ഞാൻ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുന്നതും അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നതും. ആ സമയത്ത് കുറച്ചധികം പൈററ്റ്സിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും ഫേമസ് ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ഞാൻ ഇന്ന് എല്ലാവരെയും ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഞാൻ ഇന്നർ മാസ്റ്ററായിട്ട് ഇവിടെ വരികയും എൻ്റെ ലോയൽറ്റി അദ്ദേഹത്തിന് പ്ലെഡ്ജ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നർ മാനർ മാസ്റ്റർ, ഞാൻ ഒന്ന് പറയട്ടെ, അവനെ പോലെ ലോലിയായ കൊച്ച് എങ്ങനെയാണ് ഇവിടുത്തെ മാനർ മാസ്റ്റർ ആകാൻ പോകുന്നത്? താങ്കൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ മോക്സോട്ട് മാനറിന്റെ ഫ്യൂച്ചറിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു മന്ത്രവാദിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അത് ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ സീലും ആ ഒരു സീക്രട്ടുള്ള മാനുവലും ഏതാന്ന് കണ്ടെത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറഞ്ഞ ഈ സ്ഥലത്തിന്റെ ഭാവിനെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന് പെർമിഷൻ കൊടുത്തത്. പക്ഷേ എന്നെ എന്തോ വല്ലാണ്ട് ബോധർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ചിലപ്പോൾ മന്ത്രവാദി അതൊരു ഫ്രോഡ് ആണെങ്കിലോ? നാശം! എന്തായാലും ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ആ നേരെ എഴുന്നേറ്റ് തിരിച്ച് അകത്തേക്ക് നടക്കുകയും ചെയ്തു. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അല്ല, ഇത് നോർമലുള്ള ഒരു പ്രേതമല്ല, അതൊരു ഹൈ ക്ലാസ് ഉള്ള ഈവിൽ സ്പിരിറ്റ് ആണ്. ഈ സമയത്ത് അവൻ പറയും ചെയ്യും, ഡിമോണിക് മോങ്ക്, അവനെ കൊന്നു കളഞ്ഞേക്ക്. പെട്ടെന്നായിരുന്നു അത് അവന്റെ മുമ്പിലേക്ക് വന്നത്. അവനൊന്ന് പേടിച്ചിട്ട് അടുത്ത സെക്കൻഡ് കൺഫ്രണ്ട് എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ചെയ്ത് അവനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും പോസിബിൾ അല്ല. കാരണം ഒരു വെഞ്ചൻസ്ഫുൾ സ്പിരിറ്റ് മാത്രമേ അത് ചെയ്യാൻ. അതിലുപരി എനിക്ക് ഉറപ്പാണ് ഇവൻ ശരിക്കും പ്യൂർ ഈവലാണ്. എന്നിട്ടും അവന്റെ വാക്കുകൾ ഇവൻ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ എനർജി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അടുത്ത സെക്കൻഡ് അവന്റെ അറ്റാക്ക് മൂലം അദ്ദേഹം തെറിച്ച് ബാക്കിൽ പോയി വീണു. പതുക്കെ അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴേക്കും നമ്മുടെ ഡിമോണിക് മോങ്ക് അവനെ നോക്കി പൊട്ടി ചിരിക്കുകയായിരുന്നു. വേണ്ട, എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞോട് അവൻ അവിടെയുള്ള ഒരു കത്തിയെടുത്ത് കയ്യിലേക്ക് വെച്ചു. എന്റെ അടുത്തേക്ക് വല്ലെന്ന് പറഞ്ഞപ്പോ അത് അലറിക്കൊണ്ട് അവന്റെ മുഖത്തിന്റെ അടുത്തേക്ക് ചെന്ന് അവനൊന്ന് ഞെട്ടുകയും ചെയ്തു. പിന്നെ കണ്ടത് ഡിമോണിക് ബോയിന്റെ വായിന്റെ ഉള്ളിൽ നിന്ന് ഒത്തിരിയധികം കൈകൾ പുറത്തേക്ക് വരുന്നതാണ്. അതാട്ടെ ആ ഒരു മന്ത്രവാദിനെ പിടിച്ച് നിരത്തേക്കിട്ടു. ഇല്ല, എന്നെ രക്ഷിക്ക്, എന്ത് വേണമെങ്കിലും. ഹേ, അതിന്റെ കാര്യമൊന്നുമില്ല, എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്നെ പറ്റിച്ചതുകൊണ്ടല്ലേ, എന്നോട് ക്ഷമിക്ക്. ഹേ, അത് കാരണമൊന്നുമില്ല ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലാൻ പോകുന്നത്. ഹേ, പിന്നെ നിനക്ക് ആ സീക്രട്ടുള്ള സീലിന്റെ മാനുവലിന്റെ ലൊക്കേഷൻ അറിയാം? ഹേ, നാശം! ഇവൻ ഇവൻ ആദ്യം തൊട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ പ്ലാൻ ചെയ്തിരുന്നെന്നും പറഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ട് ഡിമോണിക് മോങ്ക് അവനെ കൊല്ലുന്നുണ്ട്. അതിനുശേഷം അവൻ നേരെ പുറത്തേക്ക് തലയിട്ടു. ബാ, അകത്തേക്ക് വന്ന് ഗോച്ചനടുക്കെ പറയും ചെയ്യും. അകത്തേക്ക് വന്നപ്പോ തന്നെ അവൻ ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നും എല്ലായിടത്തും ചോര ചിതറി മരിച്ചു കിടക്കുന്ന ആ ഒരു മന്ത്രവാദിനെയാണ് കാണാൻ സാധിച്ചത്. അല്ല, ഇവൻ മരിച്ചോ? ചോദ്യങ്ങളൊക്കെ പിന്നെ ചോദിക്കാം. നിനക്ക് തൽക്കാലം അത് എടുക്കാൻ പറ്റുമല്ലോ. ഏ, അത് ആ എനിക്ക് കുറച്ച് പണിയേണ്ടത് പാട്. അവൻ പെട്ടെന്ന് ആ സോഡ് യൂസ് ചെയ്ത് ആ സ്ഥലമെല്ലാം തന്നെ തല്ലി പൊട്ടിക്കാനിട്ട് തുടങ്ങി. ആ ഒരു മന്ത്രവാദിക്ക് പെട്ടെന്ന് എന്തോ സംഭവിച്ചു. അതിനുശേഷം അവൻ ആ സോഡ് എടുത്ത് ഇവിടെ എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിലുപരി അവൻ മാനർലോന്റെ ഒരു കൈയും അറുത്തു മാറ്റി. അപ്പോഴാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഇതെല്ലാം കേട്ടോണ്ട് ഗോച്ചാൻ അവിടെ നിപ്പോണ്ടായിരുന്നു. അല്ല, ഇതാരെങ്കിലും വിശ്വസിക്കുവോ ഇത്ര നിസ്സാരമായി തന്നെ? യങ്മ സർ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താങ്കൾക്കല്ലേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. ആ, അത് ഒബ്വിയസ് ആണ്. കാര്യം, ഈ ഒരു ഷമാൻ ഇവിടേക്ക് വന്നത് അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ടാണ്. അതുമാത്രമല്ല, നമ്മുടെ ഫസ്റ്റ് ലേഡി എന്തായാലും ഇത് എഗ്രി ചെയ്യത്തില്ല, ഇതത്ര എളുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. ഉം, നീ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വിശ്വസിക്കുന്ന രീതിയിലേക്ക് എനിക്ക് എത്തിക്കണമല്ലേ? ആ, അപ്പോ ഇത് ചെയ്ത് നോക്കാം. യങ് സർ, താങ്കൾ എന്ത് ചെയ്യാൻ? അപ്പോഴേക്കും അവന്റെ കാലിലേക്ക് ആ സോഡ് അവൻ കുത്തിയിറക്കി. മാനർലോന്റെ കൈ മുറിച്ചു മാറ്റിയത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനെ അവൻ കൊല്ലാൻ ശ്രമിച്ചു. ഇത് കണ്ട ഗോച്ചാൻ അത്ഭുതപ്പെട്ടുപോയി. അതിനുശേഷം ആ സോഡ് അവൻ നിലത്തേക്കിട്ടു. എന്തേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ആരെങ്കിലും എന്നെ
വിശ്വസിക്കുവോ? ഇവൻ ശരിക്കും ഡിറ്റർമിൻ ആണല്ലോ. അതൊന്നും മറക്കാനായിട്ട് ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാം. വേണ്ട വേണ്ട, രക്തം കുറച്ച് പോട്ടെ, എങ്കിലേ എന്റെ മുഖം ഒന്ന് ചേഞ്ച് ചെയ്യത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആർക്കത്. അല്ല, ഇവൻ ശരിക്കും ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ ഒരിക്കലും എന്റെ എനിമിയാക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവനത് തുറന്ന് അകത്തേക്ക് വന്നത്. ഏ ഇന്നർ ഇന്നർ മാനലോഡ്. പെട്ടെന്ന് അവൻ ഞെട്ടുകയും ചെയ്തു. അവൻ നോക്കാൻ നേരത്ത് മാനർ മാസ്റ്ററിന്റെ അടുത്ത് ആ ഒരു മന്ത്രവാദി ഇരിപ്പുണ്ടായിരുന്നു. നായകളെ, നീയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഇന്നർ മാനലോഡ്, ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, പറയുന്ന കേക്ക്. പെട്ടെന്ന് ജിയോങ് പറയും ചെയ്യും, ഇന്നർ മാനലോഡ്. അതിനു മുമ്പ് താങ്കൾ മാനലോഡിനെ നോക്കുന്നവരുണ്ട്. ആ നേരെ നിലത്തേക്ക് വീണു. അല്ല, ഇവിടെ എന്താണ് സംഭവിച്ചത്? തേടി എങ്ങെന്താണ് ഇവിടെ ചെന്നത്? അല്ല, ഇവൻ അവൻ ചിരിക്കുകയല്ലേ? അവനിപ്പോ അഭിനയിക്കുകയാണല്ലേ? പിന്നെ കാണിക്കുന്നത് മോക്സോട്ട് മാനറിന്റെ ആ ഒരു മെഡിക്കൽ ഹാളാണ്. അവിടെ ഒത്തിരിയധികം ഔഷധ ഗുണങ്ങളുള്ള പല സസ്യങ്ങളും പല കാര്യങ്ങളും ഇരിപ്പുണ്ടായിരുന്നു. ഈ സ്ഥലം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇവിടെ മുഴുവൻ മരുന്നിന്റെ മണമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്ഥലം അത് ഇവിടെ തന്നെയാണ്. എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്തു. ആ ഒരു സീക്രട്ടുള്ള മാനുവലും ആ ഒരു സീലും ഇവിടെ തന്നെ. പക്ഷെ ഇപ്പൊ കുറച്ചധികം ആൾക്കാരുണ്ട്. ഇവര് പോയിട്ട് വേണം എനിക്ക്. യങ് മാസ്റ്റർ, ഞാനിതാ എത്തി. ആ, നീ കുറച്ച് താമസിച്ചല്ലോ. ഒന്നും വേണ്ട. അവൻ തന്നെ എന്റെ പോക്കൽ നിന്ന് 2 സാധനം എടുത്ത് കൊടുത്തു. അല്ല, ഞാൻ ചെക്ക് ചെയ്തപ്പോ ദേ ഇത് 2 എന്ത്, ഈ 2 ബുക്സോ? ആ, സത്യം പറഞ്ഞാൽ ബാക്കിയെല്ലാം അവര് കത്തിച്ചു കളഞ്ഞു. കത്തിച്ചോ? അതെ, ആ ഒരു മന്ത്രവാദിയുടെ ബോഡി മാത്രമല്ല, അവൻ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും അവർ കത്തിച്ചു കളഞ്ഞു. എവിഡൻസ് ഉണ്ടാകാൻ പാടില്ലല്ലോ. ഓ, അങ്ങനെ. അപ്പോ ഇതിൻ്റെ അകത്ത് ഒരു ബുക്ക് എന്ന് പറയുന്നത് മാസ്റ്റർ ചൂവിൻ്റെ സമ്മറിയാണ്. ഒറിജിനൽ ബുക്ക് ഓഫ് യിങ് ആൻഡ് യാങ്. രണ്ടാമത്തത് ടോം ഓഫ് അനോമലി. ആ, കൊള്ളാം കൊള്ളാം. ഈ സമയത്ത് അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അല്ല, എന്തു പറ്റി? ഏ, വേറൊന്നും കൊണ്ടല്ല. താങ്കൾ ഇത് വായിച്ചിട്ട് എന്ത് നേടാനാണ്? നീ ആ പുറത്തേക്ക് നോക്കിയേ, നിനക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? എന്ത്, പുറത്തേക്കോ? അവിടെ അവിടെ ഒന്നും തന്നെയില്ലല്ലോ. ഹും, എനിക്ക് തോന്നിയായിരുന്നു. തോന്നിയെന്നോ? എന്ത്? പെട്ടെന്നാണ് അവരാ ശബ്ദം കേട്ടത്. ഇല്ല, താങ്കൾക്ക് അകത്തേക്ക് കയറാൻ പാടില്ല. യങ് മാസ്റ്റർ ഇപ്പോൾ റിക്കവർ ചെയ്യാനിരിക്കുകയാണ്. മുന്നിൽ നിന്ന് മാറാനും വേണ്ട. അവൾ അതും തുറന്ന് നേരെ അകത്തേക്ക് കയറി. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വൈഫ്. നമുക്ക് പരസ്പരം ഒരു കാര്യം സംസാരിക്കാനുണ്ടല്ലോ. ഫസ്റ്റ് ലേഡി, ഞാൻ എൻ്റെ ഗ്രീറ്റിംഗ്സ് നേരുന്നു. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. അപ്പോ ഇതാണല്ലേ ആ ഒരു സ്ത്രീ, ദ ഫസ്റ്റ് വൈഫ് ഓഫ് മാർഷൽ സിയോ ക്ലാൻ, ലേഡി സിയോ. ഗാഡ് കാമ് ഇവളെപ്പറ്റി നന്നായിട്ട് പറഞ്ഞിരുന്നു. കാര്യം ഇവള് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയുള്ള ഒരു പേഴ്സണാണ്. ഈവൻ ഇവളുടെ മകനെക്കാട്ടും ഇവളെ സൂക്ഷിക്കാനാണ് പറഞ്ഞത്. കാര്യം അവളും ഒരു ഫസ്റ്റ് റേറ്റിലുള്ള മാർഷൽ ആർട്ടിസ്റ്റുമാണ്. അതിലുപരി ഇവൾ ശരിക്കും ബുദ്ധിമതിയാണ്. സോ ആദ്യം തന്നെ പ്രോപ്പർലി, ഫസ്റ്റ് മാഡം, ഞാൻ താങ്കളെ ഗ്രീറ്റ് ചെയ്യുന്നു. എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ എഴുന്നേറ്റ് ഗ്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അല്ല, ഞാൻ വിചാരിച്ചില്ല, നന്നായിട്ട് അവൻ ഗ്രീറ്റ് ചെയ്തല്ലേ. പക്ഷേ ഇനി അവളെന്ത് സംസാരിക്കാൻ? നിന്റെ ഗ്രീറ്റിംഗ് കേൾക്കാനല്ല ഞാനിവിടേക്ക് വന്നത്. അല്ല, എന്ത്? പെട്ടെന്നാണ് അവളൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അതും അവന്റെ മുറിഞ്ഞ വശത്തിലേക്ക്. ആ ഒരു ചോര ചീറ്റുകയും അവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ചു പോകെ അവൻ ഉച്ചത്തിൽ കിടന്ന് അലറാനും തുടങ്ങി. അല്ല, എന്താണ്? പെട്ടെന്ന് നമ്മുടെ ഗോച്ചന്റെ കഴുത്തിലേക്ക് ആ ഒരു സോഡും വെച്ചു. അനങ്ങിപ്പോകരുത്. ഹാ, അപ്പൊ നീ ശരിക്കും ഹേറ്റ് ചെയ്യപ്പെട്ടിരുന്നല്ലേ? പക്ഷേ ഇത് കുറച്ച് പാടല്ലടാ. നിന്റെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നീ ഇതെല്ലാം മൂടിക്കെട്ടാൻ നോക്കുന്നത്. നീ ഇന്നർ മാനർ മാസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കാണും. പക്ഷേ നിനക്ക് ഒരു തെറ്റ് പറ്റി. കാര്യം, ഒരു സ്കിൽഫുള്ള മന്ത്രവാദി ഒരിക്കൽ പോലും ഒരു റിച്വലിനിടക്ക് പൊസസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഹാ, അതെന്തായാലും കൊള്ളാം. പക്ഷേ നിന്റെ ഭാഗത്തുനിന്ന് വന്ന അടുത്ത സെക്കൻഡ് അവനെ കൊരണം നോക്കി അവളെല്ലാം കൊടുത്തിട്ട് പറയും ചെയ്യും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടട്ടാടാ നീ എന്നെ ഫൂൾ ചെയ്യാൻ നോക്കിയത്? അവനാട്ടെ ഒരു സൈഡിൽ പോയി ഇടിച്ച് നിലത്തേക്ക് വീണു. യങ് മാസ്റ്റർ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞത് മനസ്സിലായല്ലോ. ഈ സമയത്ത് അവനോടെ നിലത്തെ കിടക്കുകയായിരുന്നു. അവന്റെ വായിൽ നിന്ന് ചെറുതായിട്ട് ചോര ഇറ്റ് വരാനായിട്ട് തുടങ്ങി. പക്ഷേ അടുത്ത സെക്കൻഡ് അവൻ പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങി. അതും നന്നായിട്ട് തന്നെ. അവര് പറയും ചെയ്യും, അല്ല നിനക്കെന്താടാ വട്ടായോ? പക്ഷേ അവൻ ചിരി നിർത്തിയില്ല. കുറച്ച് സമയത്തിന് ശേഷം അവനത് നിർത്തി. ഡിമോണിക് മോങ്ക്. പിന്നെ കാണുന്നത് ആ ഒരു ഡിമോണിക് മോങ്ക് അവളുടെ ശരീരത്തിന്റെ അകത്തൂടെ കടന്ന് കയറിയതാണ്. അല്ല, അതെന്തായിരുന്നു? എൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ എന്തോ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവളുടെ കൂടെയുള്ള ആ ഒരു സെർവന്റിനെ ഡിമോണിക് മോങ്ക് പൊക്കി എടുത്തു. അല്ല, ഈ ഒരു ഫിനോമിന ഞാനിത് കണ്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടത് ആ സീക്രട്ടുള്ള മാനുവലും ആ ഒരു സീലും അല്ലേ?
പക്ഷേ എന്ത് ചെയ്യാനാ? ഈ സമയത്ത് തന്നെ അവൾ തിരിഞ്ഞു നോക്കി. എന്നാലും ഡിമോണിക് മോങ്ക് ആ ഒരു വേലക്കാരനെ വിട്ടില്ലായിരുന്നു. നീ അതിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നെങ്കിൽ നിനക്ക് ഒരു കാര്യത്തിൽ തെറ്റുപറ്റി. നീ എന്നെ ത്രട്ടൻ ചെയ്യാൻ പാടില്ലായിരുന്നു. പകരം നെഗോഷിയേറ്റ് ചെയ്യണമായിരുന്നു. എടാ നായേ, നീ നീ എന്നെ വിശ്വസിക്കുകയില്ലേ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കെന്തായാലും ഇവിടുത്തെ മാനർ മാസ്റ്റർ ആകാൻ ഒരു ആഗ്രഹവുമില്ല. പക്ഷേ ഞാൻ മാത്രമല്ല അത് ആകാൻ ആഗ്രഹിക്കുന്നത്. നീ എന്നെ തൽക്കാലം ഇങ്ങനെ ട്രീറ്റ് ചെയ്തതുകൊണ്ട് ഇനി എനിക്ക് മറ്റ് മാർഗമൊന്നുമില്ല. ഞാൻ എൻ്റെ സെക്കൻഡ് ബ്രദറിനെ എനിക്കൊന്ന് കാണണം. നീ വെറുതെ ആവശ്യമില്ലാത്തത് അല്ലേ? പറഞ്ഞ പോലെ യങ്ങസ്റ്റിലെ മാർഷ്യൽ ആർട്ടിസ്റ്റിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ളത്. ശരിയാണ്, ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ഇതൊന്നുമല്ല. പക്ഷേ ആ സീക്രട്ടുള്ള മാനുവൽ അത് അവന് കൊടുക്കുന്നതല്ലേ നല്ലത്. നിനക്കിപ്പോ കാര്യങ്ങൾ മനസ്സിലായോ? ഇവിടെ അപ്പർ ഹാൻഡ് ഉള്ളത് നിനക്കല്ല, എനിക്കാണ്. പിന്നെ പുറത്ത് നല്ല തണുപ്പുണ്ട്. സോ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതേ സമയം അവൾ മുട്ടും കുത്തി നേരെ നിലത്തേക്ക് വീണ് കിടക്കുകയായിരുന്നു. പിന്നെ കാണിക്കുന്നത് അവളുടെ റൂമാണ്. ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെയുള്ള എല്ലാം വലിച്ച് എറിയുകയാണ്. അവൻ എത്ര അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് മാഡം ഒന്നടങ്ങ് പറയുന്നത്. അടങ്ങാനോ? ഞാൻ അടങ്ങാനോ? ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടതിന് എല്ലാം കൊണ്ട് അവൻ കൊണ്ടുപോയില്ലേ? ഇനി ഞാൻ അടങ്ങണമെന്നാണ് നീ പറയുന്നത്? നാശം, എന്റെ ഗാർഡ് ഞാൻ ലെഡ് ഡൗൺ ചെയ്തു. എന്ത് മണ്ടത്രാണ് ഞാൻ ഈ കാണിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചത് അവനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കെല്ലാം സ്വന്തമാക്കാന്നാണ്. എങ്കിലും അവൻ എപ്പോഴാണ് ഇതുപോലെ ചേഞ്ച് ആയത്? കണ്ടിട്ട് മറ്റ് മറ്റാരെ പോലെ അത് അവനാണെന്ന് പോലും. അല്ല, ഇനിയും അങ്ങനെ അവനവന്റെ യഥാർത്ഥ രൂപം ഇത്ര നാള് മറച്ചു വെക്കുകയായിരുന്നോ? ശരിയാണ്, പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൻ ശരിക്കും ബുദ്ധിമാനാണ്. അതുകൊണ്ട് എല്ലാവരും അവനെ പ്രൈസ് ചെയ്യാറുണ്ട്. എന്നാൽ അവന്റെ അമ്മയുടെ മരണത്തിന് ശേഷമാണ് അവന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ നഷ്ടപ്പെട്ടത്. മേ ബി അവനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ അങ്ങനെയായി തീർന്നതായിരിക്കും. എങ്കിലും ഞാൻ എൻ്റെ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്തിട്ട് പാടില്ലായിരുന്നു. മൈലേഡി, താങ്കളൊന്ന് പറഞ്ഞാൽ മതി. അവൻ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ പോയി കൊന്നിട്ട് വരാം. വേണ്ട, അങ്ങനെയാണെങ്കിൽ ആ ഒരു സീക്രട്ടുള്ള മാനുവൽ അത് നഷ്ടപ്പെടും. അല്ല, അപ്പൊ പിന്നെ അവനെന്തായാലും ഇങ്ങനെ തുടങ്ങിയതല്ലേ, അങ്ങനെ തന്നെ തീർക്കാം. വലിച്ച് നിലത്തേക്കിടാം. കാര്യം, മന്ത്രവാദിയുള്ള മൊയോഷിൻ എന്ന് പറയുന്നത് ഫീനിക്സ് പാവിലിയനിലെ ഒരു അംഗമാണ്. ഫീനിക്സ് ഫീനിക്സ് പാവിലിയനിലോ? ഫീനിക്സ് പാവിലിയൻ എന്ന് പറയുന്നത് ഈ മന്ത്രവാദികളുടെ ഒരു വലിയൊരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ മരിച്ചുപോയ മൊയോഷിൻ എന്ന മന്ത്രവാദിയും ഉണ്ടായിരുന്നു. മോ ക്യൂൻ വുൺ, നീ അത്ര പെട്ടെന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നിന്നെ ഞാൻ ഉറപ്പായിട്ടും. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം രാത്രിയാണ്. അതിൽ ഒരു ബുക്കായിരുന്നു അവൻ വായിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു യിൻ യാങ് സ്കൂൾ എന്ന് പറയുന്ന ബുക്ക്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരൊരു ഈവൽ സ്പിരിറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അൺസോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവരുടെ സ്ട്രെങ്ത് ശരിക്കും പല സ്ഥലങ്ങളിലും പല കണ്ടീഷനിലും ഡിപ്പെൻഡ് ചെയ്താണുള്ളത്. ആദ്യത്തേതാണ് റെഡ് സ്പിരിറ്റ്. ഇത് ചെറിയൊരു സ്ഥലത്ത് മാത്രം ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിറ്റാണ്. ഇതിന് മനുഷ്യരുടെ ശരീരത്തിൽ കയറി ചെറിയ ഗൂസ് ബംസ് ചിൽസ് ഒക്കെ ഉണ്ടാക്കാനേ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തത് ഓറഞ്ച് സ്പിരിറ്റ്. ഇവർക്ക് മനുഷ്യ ശരീരമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല അത്യാവശ്യം പ്രശ്നങ്ങളും മനുഷ്യ ശരീരത്തിലേക്ക് ഇവർക്ക് എത്തിക്കാൻ സാധിക്കും. ആൻഡ് മൂന്നാമത്തെയാണ് യെല്ലോ സ്പിരിറ്റ്. ഇവർ ശരിക്കും ഡേഞ്ചറസ് ആണ്. അത് മാത്രമല്ല ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് കളയണം. അപ്പോൾ യെല്ലോ സ്പിരിറ്റിനെ ഒരു മനുഷ്യനെ കൊല്ലാൻ പെട്ടെന്ന് ഡിമോണിക് മോങ്ക് തലയിട്ടുകൊണ്ട് അവിടേക്ക് വന്നു. നീ അത് കണ്ടെത്തിയോ? അവൻ തലയാട്ടി കാണിക്കുകയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഡിമോണിക് മോങ്ക് ഒരു യെല്ലോ സ്പിരിറ്റ് ആയിരിക്കും. ഇവിടെ ഒത്തിരിയധികം ഹെർബ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അധികം യൂസ് ചെയ്യാത്തത് അത് ഇവിടെ തന്നെയാണ്. എങ്കിലും എനിക്ക് മനസ്സിലായത് ഡിമോണിക് മോങ്ക് ശരിക്കും യൂസ്ഫുൾ ആണ്. പക്ഷേ ലേഡി സിയോക്കിന്റെ മേത്ത് ആ ഒരു പവർ വർക്ക് ചെയ്തില്ല. അതുകൊണ്ടാണ് ആ പുറകിലുണ്ടാകുന്ന ആ ഒരു സ്ത്രീനെ കയറി പിടിച്ചത്. എന്നാൽ ഗാഡ് ഗോച്ചാങ്ങിന്റെ മേത്ത് നന്നായിട്ടത് വർക്ക് ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് ഒരു ലിവർ പിടിച്ച് വലിക്കെ ഒരു ഡോറ് അവിടെ തുറയുന്നുമുണ്ട്. ലേഡി സിയോക്ക് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് റേറ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ്. മേ ബി അതുകൊണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഗാഡ് ക്യാമും അതുപോലെ തന്നെ അവളുടെ അതേ ലെവലിലാണ്. സോ ചുരുക്കം പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ഉള്ള സ്പിരിറ്റ്സിനെ എൻ്റെ വശതയിലാക്കണം. അതായിരുന്നു നാലാമത്തെ ഗ്രീൻ സ്പിരിറ്റ്. ഈ ഒരു ഈവൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഡെക്കേഡ്സ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് മാത്രമല്ല ഇവർക്ക് ആ ഒരു എൻവയോൺമെൻറ്റിലൊക്കെ ചേഞ്ച് ചെയ്യാനും ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ശരിയാണ്, ഇത്രയും മതി. ഇനി എന്തായാലും അകത്ത് കയറാന്ന് പറഞ്ഞ് അവൻ റെഡിയായി നിൽക്കുകയായിരുന്നു. പിന്നെ കാണിക്കുന്നത് നേരെ അകത്തേക്ക് നടക്കുന്നതാണ്. ആ ഒരു സീക്രട്ടുള്ള മാനുവലും ആ ഒരു സീലും കണ്ടെത്താനായിട്ട്. അവനങ്ങനെ അകത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങി. അതാട്ടെ ആഴമേറിയ ഒരു സ്ഥലം തന്നെയാണ്. ഇത് വിചാരിച്ചതുപോലെയല്ലോ. ഒരു മാനുവലും
ഒരു ചെറിയൊരു സീലും വെക്കാണ്ട് ഇത്രയും താഴത്തിലേക്ക് ചിലപ്പോൾ അത് അത്രത്തോളം വാല്യുബിൾ ആയിട്ടുകൊണ്ടായിരിക്കും. മേ ബി ഇനി ആരും തന്നെ ഏയ് എന്തായാലും മുന്നിലേക്ക് തന്നെ പോകാം. ഡിമോണിക് മോങ്ങിന്റെ പവർ എന്തായാലും ഗാഡ് കാമിന്റെ ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതിനെതിരായി ഞാൻ എന്തെങ്കിലും തന്നെ സംഘടിപ്പിക്കണം. അല്ല, ഞാനിവിടെ എത്തിയോ? അങ്ങനെ ആ ഒരു വാതിൽ കണി അവനത് തുറക്കാൻ നേരത്ത് വിശാലമായ ഒരു സ്ഥലമാണ് കാണാൻ സാധിച്ചത്. അതിൻ്റെ അകത്ത് 4 ഡോർസ് ഉണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്ക് വെച്ച് നോക്കാത്ത അതിൽ 4ാമത്തെ ഡോറാണ്. അവനങ്ങനെ 4ാമത്തെ ഡോർ തുറക്കുകയും ചെയ്തു. പിന്നെ കണ്ടത് വീണ്ടും വലിയൊരു സ്ഥലമാണ്. അവന് മനസ്സിലായി ഇനിയും ഉള്ളിലേക്ക് ഒത്തിരിയധികം സഞ്ചരിക്കണമെന്ന്. അടുത്ത കാലെടുത്ത് വെച്ചപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ടൈല് ആക്ടിവേറ്റ് ആയത്. അവൻ ഞെട്ടിപ്പോയി. കാര്യം മുകളിൽ നിന്ന് ഒരു വലിയൊരു കല്ല് അവന്റെ നേരെ വന്നു. അവനത് നേരെ ഡോഡ്ജ് ചെയ്ത് മാറി അതിന്റെ മേൽ വന്ന് നിന്നു. ഞാനിവിടെ ട്രാപ്സ് ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് മറ്റൊരു സൈഡിൽ നിന്ന് ഒരു തിളക്കം ശ്രദ്ധിച്ചത്. അത് ഡോഡ്ജ് ചെയ്ത് മാറിയപ്പോഴാണ് അത് അമ്പും വില എന്ന കാര്യം അവന് മനസ്സിലായത്. അടുത്ത സെക്കൻഡ് അതെല്ലാം തന്നെ അവൻ തട്ടി കളഞ്ഞു. അവന്റെ നേരെ ഒരെണ്ണം വരുന്നുണ്ടായിരുന്നു. അതാട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വിളക്കൊണ്ട് എടുത്ത് പിടിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് യഥാർത്ഥ ഡീൽ തുടങ്ങിയത്. പിന്നെ കാണിക്കുന്നത് വലിയൊരു പാറ കഷ്ണം അവന്റെ നേരെ വരുന്നതാണ്. അവനത് ഡോഡ് ചെയ്ത് നേരെ മുന്നിലേക്ക് ഓടി. ഈ സമയത്ത് അവൻ പറയും ചെയ്യും, ഈ സ്ഥലം കംപ്ലീറ്റ്ലി ട്രാപ്സ് ആണ്. ചിലപ്പോ അത് മാത്രമായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും കൂടെ ഇവിടെ കാണും. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു കാര്യം. പിന്നെ കാണിക്കുന്നത് ഒത്തിരിയധികം ട്രാപ്സ് അവന് നേരെ വരുന്നതാണ്. എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുന്നിലേക്ക് ചാടുകയും ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം ആ എല്ലാ ട്രാപ്സും അവൻ ഡോഡ് ചെയ്ത് മുന്നിലേക്ക് നടന്നു. അല്ല, ഈ കാണുന്നത് ഇപ്പൊ ഞാനിവിടെ എത്തിയെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഈ അണ്ടർഗ്രൗണ്ട് പ്ലേസ് ഇങ്ങനെ ഇത്രയും വിശാലമായ ഒരു സ്ഥലം കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവനത് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആരിവിടെ ഉണ്ടായിരുന്നു, അവര് ട്രെയിനും ചെയ്യാറുണ്ടായിരുന്നു. ഹാ, എന്തായാലും അവൻ നേരെ മുന്നിലേക്ക് നടന്നു. അവിടെ ഒരു പെട്ടി കാണാനും സാധിച്ചു. അപ്പോ കിട്ടി. അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോൾ 2 പുസ്തകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അഡമാൻഡ് റിസോൾവും പിന്നെ വുഡ് ഹെഡ് സോട്ട് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്കും. ഗാഡ് ഗോച്ചാൻ പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് ഒരു സോട്ട് ടെക്നിക്കും പിന്നെ ഒരു കൾട്ടിവേഷൻ ടെക്നിക്കും ആയിരിക്കും. ആ, എന്തായാലും രണ്ടും എടുത്ത് വെച്ചേക്കാം. പക്ഷേ ഇത് ശരിക്കും വീടാണ്. ഈ 2 മാനുവൽസിന് വേണ്ടി ഇത്ര വലിയ ട്രാപ്സ് അതിവിടെ. അതിനുശേഷം അവൻ ചുറ്റിനൊക്കെ നോക്കിയപ്പോഴാണ് ദൂരത്ത് ഒരു സാധനം ഇരിക്കുന്നത് കണ്ടത്. അതെന്താണെന്നറിയാൻ വേണ്ടി അവൻ മുന്നിലേക്ക് നടന്നു. കണ്ടിട്ട് അത് ശരിക്കും അൺനെസസറി ഉള്ള കാര്യമായിട്ട്. പക്ഷേ അത് വലിച്ചു മാറ്റിയ പാട് കാണാമല്ലോ. അപ്പൊ പിന്നെ ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് അന്നേരെ അത് ഉന്തി മാറ്റി. എനിക്ക് തോന്നിയായിരുന്നു, അതായത് ആ ഒരു ഫ്ലോറിൽ എന്തോ ഒന്ന് ഇരിപ്പുണ്ട്. അതാട്ടെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സീല് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വുഡൻ ചെസ്റ്റ് ആയിരുന്നു. ആ ചെസ്റ്റിന്റെ പുറമേ കുറച്ചധികം സീൽസ് ഉണ്ടായിരുന്നു. അതിലുപരി അതിൻ്റെ അകത്ത് ഒരു ഒമ്നോസാല എനർജി അവന് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്തായാലും ഇത് ഒളിപ്പിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം പ്രാധാന്യം കാണുമെന്ന് പറഞ്ഞ് അവൻ ആദ്യത്തെ സീല് പൊളിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വിളക്ക് കെട്ട്. അടുത്ത സെക്കൻഡ് അവൻ ഞെട്ടി. കാര്യം അവനത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധാരണ പുസ്തകമേ അല്ല. അതിന്റെ മണവും ടെക്സ്ചറും എല്ലാം കൊണ്ട് അവന് ഒരു കാര്യം ഉറപ്പായി. ഇതുണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന്റെ തോല് യൂസ് ചെയ്താണ്. അതിനുശേഷമാണ് ആ ഒരു ബുക്ക് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ഭയങ്കര ആഘോഷം നടക്കുകയാണ്. എല്ലാരും പാട്ടും കൂത്തും വെള്ളവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതെന്തായാലും ഗ്രേറ്റ് ആണ്. ആ പറഞ്ഞതായിരുന്നു സെക്കൻഡ് സൺ അല്ല മോക്ക് ഇംപ്യോങ്. ഞാനിത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. മോക്സോട്ട് മാനർ എന്ന് ശരിക്കും ഭംഗിയേറിയായിട്ടുണ്ട്. അതിലുപരി ഞാനിവിടുത്തെ മാനർ മാസ്റ്റർ ആകാനായി പോകുന്നു. അതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ മതി. ഇതെല്ലാം സാധ്യമായത് നീ എന്റെ കൂടെ നിന്നത് കൊണ്ടാണ്. ഗാഡ് കാം. ആ സമയത്ത് അവൻ പറയും ചെയ്യും, സെക്കൻഡ് യങ് മാസ്റ്റർ, ഞാൻ ഗ്രീറ്റിംഗ്സ് താങ്കൾക്ക് ഇതാ നേരുന്നു. അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്.